ബഹുമാനപ്പെട്ട ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തെ പിന്തുണച്ചുകൊണ്ട് ടി പി രാമകൃഷ്ണൻ പ്രസ്താവിച്ച നന്ദിപ്രമേയത്തെ അനുകൂലിക്കുകയാണ്. എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച UDF-ൻ്റെ പാലക്കാട്ട് അംഗം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നിലവാരം ഈ സഭയിൽ പ്രകടിപ്പിച്ചു. സാധാരണ ആദ്യത്തെ കന്നിപ്രസംഗമാകുമ്പോൾ ഭരണപക്ഷത്തിൽ നിന്ന് അങ്ങനെ ഒരു എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല, കാരണം കന്നിപ്രസംഗമല്ലേ. പക്ഷേ അദ്ദേഹം പുറത്ത് വിളിച്ചു പോകുന്ന മാധ്യമങ്ങളുടെ സഹായത്തിൽ വിളിച്ചു കൂടുന്ന ആ അസത്യങ്ങൾ തന്നെ സഭയ്ക്കകത്ത് പ്രചരിപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലവാരം എന്തായിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ജനജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടിക്രമങ്ങളുമായിട്ടാണ് 10ാം വർഷത്തിലേക്ക് കിടക്കുന്ന പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ചുള്ള നയപ്രഖ്യാപനമായിരുന്നു ഗവർണർ ഇവിടെ നടത്തിയത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ജനജീവിതത്തിലുണ്ടാക്കിയ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്കാർക്കും തന്നെ വിസ്മയിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. സ്വന്തം കൂടപ്പുറപ്പിൻ്റെ ശവശരീരം മറവ് ചെയ്യുവാൻ ജന്മിയുടെ വാതിൽപ്പടിയിൽ യാചിച്ച് ദിവസങ്ങൾ കാത്തു നിൽക്കുന്ന ഹതാഭാഗ്യരായിട്ടുള്ള കേരളത്തിലെ കുടിയാന്മാരായിട്ടുള്ള കുടിലുകൾ സംരക്ഷിക്കുന്ന കുടിയിറക്ക് നിരോധന നിയമം പ്രഖ്യാപിച്ചുകൊണ്ടാണ് EMSൻ്റെ ഗവൺമെൻറ് പ്രയാണം ആരംഭിച്ചത്. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ നയം, ക്ഷേമനിധി പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ, സാക്ഷരതാ പ്രസ്ഥാനം, ജനകീയാസൂത്രണം, രാജ്യത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ആദ്യമായി 50% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെ അധികാരങ്ങളെ അവർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി, 1ാം പിണറായി ഗവൺമെൻറ് പ്രഖ്യാപിച്ച അഴിമതിരഹിത വികസിത കേരളം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ഹരിത കേരളം പദ്ധതി, ലൈഫ് പാർപ്പിട പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതി, ആർദ്രം പദ്ധതി, അങ്ങനെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കിഡ്ഫി പദ്ധതി, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ബഹുമാനപ്പെട്ട PT റഹീം MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെയും എല്ലാവിധ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 80,000 കോടി രൂപയോളം മുടക്കിക്കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വലിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ കേരളത്തിൻ്റെ ചരിത്രരാജ്യമായി കിഡ്ഫി പദ്ധതി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാമല്ലോ, തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ചില പ്രവണതകൾ ബോധപൂർവമായി കേരളത്തിലെ പ്രതിപക്ഷ MLA-മാരും പ്രതിപക്ഷ നേതാവൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. കടം വാങ്ങിയാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ആകെ നടത്തുന്നതെന്നാണ് ഇവരുടെ ഒരു പ്രചാരവേല. നമുക്കറിയാമല്ലോ, 2023-24 സംസ്ഥാനത്തിൻ്റെ CNG ഓഡിറ്റ് കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനം 1,59,506.51 കോടി രൂപയാണ്. ഇതിൽ 1,24,486.15 കോടി രൂപയും റവന്യൂ വരുമാനമാണ്. അതായത് നികുതിയും നികുതിയെതിരെ വരുമാനവും ഗ്രാൻറ്റുമാണ്. അതായത് UDF MLA-മാർ ഇവിടെ പ്രചരിപ്പിക്കുന്ന കള്ളപ്രചാരവേലകൾ ചില പത്രമാധ്യമങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ റവന്യൂ വരുമാനം വളരെ ശക്തിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കപ്പെടുകയുണ്ടായി. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയാത്തതിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രി അദ്ദേഹം ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. കേരളത്തിലെ ഏകദേശം 57,000 കോടി രൂപയുടെ സാമ്പത്തിക വെട്ടിച്ചുരുക്കലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരള ജനതയോടുകൂടിയുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ചില പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, താരതമ്യം ചെയ്യാമല്ലോ, തൊട്ടപ്പുറത്ത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. കർണാടകയിൽ 38 മാസമായിട്ടാണ് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നത്. അവിടുത്തെ തൊഴിലാളികൾ പണിമുടക്കിലാണ്. കേരളത്തിൽ പരിശോധിക്കുമ്പോഴോ കഴിഞ്ഞ 7 വർഷക്കാലമായി കേരളത്തിലെ KSRTCയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 8,500 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് തന്നെ ആ കോർപ്പറേഷൻ്റെ തൊഴിലാളികളുടെയും മറ്റുതര ചിലവുകൾക്ക് വേണ്ടി മാറ്റിവെച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു എന്നുള്ള രൂപത്തിലേക്ക് വലിയ തോതിലുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കുകയാണ്. കേരളം ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് കേവലം 15 പൈസ മാത്രം വർദ്ധിപ്പിച്ചപ്പോൾ തൊട്ടപ്പുറത്ത് കർണാടക വർദ്ധിപ്പിച്ചത് 1.5 രൂപയാണ് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ നേതൃത്വത്തിനുണ്ടാകണം. പിന്നെ അഴിമതിയെ സംബന്ധിച്ച് ഇവിടെ വാദവരാതെയൊക്കെ പ്രസംഗിക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന അഴിമതി എന്താണ്? AI ക്യാമറയെ സംബന്ധിച്ച് അഴിമതിക്കെതിരെ കേസ് കൊടുത്തു, പൊളിഞ്ഞു പാളിസായി. KFOഡിനെതിരായ കേസ് പോയി, പൊളിഞ്ഞു പാളിസായി. അതുപോലെ തന്നെ വടക്കാഞ്ചേരി ഫ്ലാറ്റ് നിർമ്മാണം സംസ്ഥാന സർക്കാരുമായി ബന്ധമില്ലാത്ത
ഏജൻസിയുമായി ബന്ധ സ്പോൺസർമാരുടെ വിഷയം, അതിനെതിരെ കേസ് കൊണ്ടുപോയി പൊളിഞ്ഞു പാളീസായി. സിൽവർ ലൈൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അഴിമതി ആരോപണമായി മുന്നോട്ട് വന്നു, അതും പൊളിഞ്ഞു പൊട്ടീഷായി. ഇവിടെ മാത്യു കുഴൽനാട് അവിടെ ഇരിക്കുകയാണല്ലോ, മാസപ്പടിയുമായി കേസിന് പോയി 2 കോടതിയിൽ നിന്ന് തക്കതായി അടിയും തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരിക്കുകയാണ്, ഒരു പ്രയാസവും ഇല്ലാതെ. അങ്ങനെ എല്ലാ അഴിമതി കേസുകളും ഒക്കെ ഈ ഗവൺമെന്റിനെതിരെ ഉയർത്തിക്കൊണ്ട് വന്നപ്പോഴാണ് ഇപ്പോൾ ബ്ലൂബെറിയുമായി നടക്കുകയാണ്. അതിലൊന്നും കിട്ടാനുമില്ല. അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞു, എവിടെ നോക്കിയാലും ഏത് ധാരണയുണ്ടാക്കിയാലും അതിലെല്ലാം തന്നെ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ കിട്ടിയോ എന്നുള്ള അന്വേഷണം മുൻകാല അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-നും കോൺഗ്രസിനും ഉണ്ട്. ഇവിടെ അഴിമതി കേസുകളെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, മുൻ UDF ഗവൺമെന്റുകളെ സംബന്ധിച്ച് ഇവിടെ UDF വരണം എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ വലതുപക്ഷവും ഒപ്പം തന്നെ RSSും ഒക്കെ ചിന്തിക്കേണ്ടത്, കേരളത്തിലെ മുൻ UDF ഗവൺമെന്റുകൾ അഴിമതിയെ സംബന്ധിച്ച് ശ്രീ അനൂപ് ജേക്കബ് ഇവിടെ ഇല്ല. മന്ത്രിയായി 6 മാസമായപ്പോൾ തന്നെ വിജിലൻസ് കേസിൽ പ്രതിയായി. 3 അഴിമതി കേസാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന PT എബ്രഹാം കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് ചെയ്തിട്ടില്ല. സിവിൽ സപ്ലൈസിലും രജിസ്ട്രേഷൻ വകുപ്പിലും അഴിമതി ഇവിടെ ഉണ്ടല്ലോ. ബ്രഹ്മപുരം അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF മന്ത്രിസഭയിലെ CV പത്മനാഭന്റെ പേരിൽ അഴിമതിയെടുത്തു. 4 ഡീസൽ ജനറേറ്റർ വാങ്ങിച്ചതിൽ കമ്മീഷൻ വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാമോയിൽ ടൈറ്റാനിയം സൈൻ ബോർഡ് അഴിമതി കേസുകൾ ഇപ്പോഴും അവസാനിക്കാതിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ പേരുള്ള കേസുകളാണ്. അതുപോലെ തന്നെ മുൻ UDF മന്ത്രിമാരായിട്ടുള്ള റവന്യൂ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശ്, വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി, പഞ്ചായത്ത് മന്ത്രി MK മുനീർ, സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ, വൈദ്യുതി മന്ത്രി ആര്യാട മുഹമ്മദ്, എക്സൈസ് മന്ത്രി K ബാബു, ആരോഗ്യമന്ത്രി VS ശിവകുമാർ, വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്. ഇങ്ങനെ ഇത് വിശദീകരിച്ച് പറയാൻ വേണ്ടി പോയാൽ ഇവരൊക്കെ നടത്തിയിട്ടുള്ള അഴിമതിയും അതിനകത്ത് പറ്റിയുള്ള കോടിക്കണക്കിന് നമുക്കറിയാമല്ലോ. ഇതിന് ഒരു ഉദാഹരണം പറയാം. പൊതുമരാമത്ത് സെക്രട്ടറി ആയിരുന്ന TO സുരാജ്, ആ സുരാജിന്റെ സ്വത്തുവിവരം എന്താണെന്ന് അന്വേഷിക്കുവാൻ സൂരജ് അയാളുടെ സ്വത്തുവിവരം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി മുൻ മന്ത്രിയായിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ചുമതലപ്പെടുത്തി, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ. അന്വേഷണം നടത്തി ഇദ്ദേഹത്തിന്റെ കണക്കിൽപ്പെടാത്ത പണം അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഈ മന്ത്രിയുടെ ബിനാമി സ്വത്തുക്കളെ സംബന്ധിച്ചും അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. അദ്ദേഹം ജയിലിലടക്കം പോയതാണ് പാലാരിവട്ട പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നമുക്കറിയാം, ഇങ്ങനെ അഴിമതിയുടെ കേരളത്തിലെ മുൻ UDF ഗവൺമെന്റുകൾ നമ്മുടെ നാടിന് ഏറ്റവും വലിയ അഴിമതിക്കാരായി മാറിയിരുന്നു എന്നുള്ള നഗ്നസത്യം മറച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ താലോലിക്കുന്ന രൂപത്തിലേക്ക് മാധ്യമങ്ങളുടെ നിലപാട്. നമുക്കറിയാലോ മാധ്യമങ്ങളുടെ അടുത്ത കാലത്തെ നിലപാട്. ഇവിടെ നവീൻ ബാബു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട RDO ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഏത്രയിപ്പ് യോഗത്തിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നടത്തിയുള്ള ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. PP ദിവ്യ നടത്തിയതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിടാം, നിയമപരമായി നേരിടാം, പൊതുസമൂഹത്തിന് മുന്നിൽ പറയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ അദ്ദേഹം ഒരു കുറിപ്പ് ഇതിന് കാരണക്കാരെ DP ദിവ്യയാണെന്നോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണെന്നോ എഴുതി വെച്ചിട്ടില്ല. ഇവിടെ കോൺഗ്രസിന്റെ DCC നേതൃത്വത്തിനെതിരായി KPC നേതൃത്വത്തിനെതിരായി വിജയനും മകനും ആത്മഹത്യ ചെയ്തപ്പോൾ, മകനെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തപ്പോൾ പേരെഴുതി വെച്ച് IC ബാലകൃഷ്ണൻ കോഴ നിയമനത്തിന് കത്ത് കൊടുത്തു എന്ന് MLA ലെറ്റർ പ്രകാരം ആ കത്തിൽ പരാമർശിക്കപ്പെട്ടപ്പോൾ അതിനെതിരായി നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിച്ച നടപടി എന്താണ്? വാളയാറിലെ അമ്മയുടെ ചരിത്രത്തെ സംബന്ധിച്ച് അടുത്ത കാലത്ത് പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാട് എന്തിനാണ്? നമ്മുടെ നാട്ടിലെയും വലതുപക്ഷത്തിന്റെയും BJPയുടെയും എല്ലാ ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിനെ ഒരുക്കിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടും കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായിട്ടും നിങ്ങൾ എന്തെങ്കിലും അത് അനുവദിക്കില്ലെന്നൊരു വിധിയെഴുത്തായിരുന്നു ചേലക്കരയിൽ UR പ്രദീപിന്റെ 14,000-ഓളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് ഓർക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ നന്ദി പ്രയത്നം പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.